സോയ, ഇവിടെ ഡോക്ടർ നിഷ അവരൊരു പബ്ലിക് പോളിസി എക്സ്പെർട്ട് കൂടിയാണ്. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പല പോസിറ്റീവുകൾക്കിടയിൽ ഒരു നെഗറ്റീവ് വന്നു, അതിന് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഹണി റോസിനെതിരെ മോശം പരാമർശം നടത്തിയതിലാകട്ടെ, കോടതിയോട് മോശമായത് നിയമത്തെ കയ്യിലെടുക്കാൻ നോക്കിയതാകട്ടെ, ഇതിലൊക്കെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നെഗറ്റീവ് ആ ഒരു ക്ഷമ ചോദിച്ചതോടുകൂടി അത് ക്ഷമിച്ചുകൂടെ എന്നുള്ള കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ കാര്യം എടുത്തു പറയുന്നു. ഇതിനോടൊക്കെ അതായത് ഈ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് പിന്തുണ കൂടി വരുന്നു. ആ പിന്തുണയിൽ സ്ത്രീകളുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ജയിലിന് മുന്നിൽ തടിച്ചുകൂടിയ ഇന്നലത്തെ ആളുകളെ എടുക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുതലായിരുന്നു. ഇന്നെന്തായാലും കോടതി ഇങ്ങനെ വിരട്ടൽ നടത്തിയതുകൊണ്ട് അവർ അങ്ങോട്ട് അടുത്തില്ല എന്നതേ ഉള്ളൂ. അല്ല, പിന്നെ അവർ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ കേട്ടിരുന്നു. ഈ പറയുന്നത് പോലെ എങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂരിനെ പറ്റി അങ്ങനെയുള്ള ഒരു ജനറലൈസേഷൻ സാധ്യമാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്നുള്ള വാക്ക് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എത്രയോ ഒരു അനുഭവം എന്ന് പറഞ്ഞു വെക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഹണി റോസിനെതിരെ മാത്രമല്ലല്ലോ സംസാരിച്ചിട്ടുള്ളത്, മാന്യമായ വസ്ത്രം ധരിച്ചിട്ടുള്ള എത്രയോ പെൺകുട്ടികൾക്കെതിരെ. ഇനിയിപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നെങ്കിൽ ഇവരുടെ ഞാൻ പിന്നെ ഹണി റോസ് ധരിച്ചത് മാന്യമല്ലാത്തതെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, ഇവരുടെ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. രാഹുൽ ഈശ്വർ അടക്കം പറയുന്നവരുടെ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ വയസ്സായ സ്ത്രീകളോടുൾപ്പെടെ, ചെറിയ പെൺകുട്ടികളോടുൾപ്പെടെ, അദ്ദേഹത്തിന്റെ ടെലിവിഷൻ പരിപാടികളിൽ ആങ്കറായി നിൽക്കുന്ന പെൺകുട്ടികളോട് ഇതെത്ര എത്ര എത്ര അനുഭവങ്ങൾ അല്ലെങ്കിൽ എത്രയെത്ര ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അശ്ലീല പരാമർശങ്ങൾ എത്രയോ നമ്മുടെ പബ്ലിക് സ്പേസിൽ കിടക്കുന്നുണ്ട്. പൊതുവിടങ്ങളിൽ ഇങ്ങനെ നീണ്ട് വിശാലമായി കിടക്കുകയല്ലേ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഒരാളെ സംബന്ധിച്ച് എങ്ങനെയാണിത് ഇത്ര നിസ്സാരവൽക്കരിച്ച് പറയാൻ കഴിയുക? അപ്പൊ ഞാൻ ഈ പറയുന്നത് പാട്രിയാർക്കി എന്ന് പറയുന്നത് എല്ലാവരുടെയും തലച്ചോറിലുണ്ട്. അത് പുരുഷന്റെ തലച്ചോറിലല്ല പാട്രിയാർക്കി വർക്ക് ചെയ്യുന്നത്. പുരുഷ അല്ലെങ്കിൽ പാട്രിയാർക്കലായി ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും, സ്ത്രീ പുരുഷ ഭേദമന്യേ മുഴുവൻ മനുഷ്യരുടെയും തലച്ചോറിൽ വർക്ക് ചെയ്യുന്ന ഒരു സിദ്ധാന്തമാണ് പാട്രിയാർക്കി എന്ന് പറയുന്നത്. അപ്പൊ ആ പാട്രിയാർക്കലായിട്ടുള്ള ചില നോഷൻസ്, എന്തും പറയാം, സ്ത്രീയോട് എന്തും പറയാം, നിങ്ങൾ ഇതൊക്കെ ആസ്വദിക്കേണ്ടവരാണ്. സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് പൊതുവിടത്തിൽ നിങ്ങൾക്ക് വിമർശിക്കപ്പെടാനും വിമർശിക്കാനും ദ്വയാർത്ഥ പ്രയോഗത്തിനും അശ്ലീല പ്രയോഗത്തിനും ഒക്കെ നിന്നു കൊടുക്കേണ്ട ഒന്നാണ്. നിങ്ങൾ പ്രത്യേകിച്ച് സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ, നിങ്ങൾ സിനിമ പോലെയുള്ള കലകളിലൊക്കെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ അഭിനയിക്കുന്ന ആളുകൾ ഇതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥരാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു പൊതുസമൂഹ നിർമ്മിതിയുണ്ട്. ആ നിർമ്മിതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഡോക്ടർ നിഷയും സംസാരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരം കാരണം ഇത്രകാലം ചെയ്തത് തെറ്റായിരുന്നു, ഇനിയും ആ തെറ്റ് തുടരട്ടെ എന്ന് പറഞ്ഞു വെക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇപ്പൊ കോടതിയോട് പോലും, കാരണം സാമാന്യ ഈ രാജ്യത്തെ അദ്ദേഹം ആദ്യം പറഞ്ഞു വെച്ചത്, അല്ലെങ്കിൽ ഹണി റോസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇതിന്റെ നിയമവശങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു വെച്ചു. ഇപ്പൊ ഇന്ന് കോടതിയോട് പറയുമ്പോഴും ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. ഈ രാജ്യത്ത് അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്ന, ഒരു ഇന്റർനാഷണൽ ഫിഗർ ആണ് എന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ തന്നെ പറഞ്ഞു വെക്കുന്നു. സാമാന്യം നല്ല ബിസിനസ് പശ്ചാത്തലമുണ്ട്, വലിയ ആസ്തിയുണ്ട്, വലിയ രീതിയിലുള്ള ബിസിനസ് സാമ്രാജ്യം കൈയാളുന്ന ആളാണ്. പക്ഷെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അദ്ദേഹം വലിയ പരാജയമല്ലേ? ഒരു സാമാന്യ ബോധമുള്ള നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നു, അതിന്റെ സാമാന്യ നിയമവശങ്ങളെ പറ്റി അറിയുന്നില്ല എന്നൊക്കെ പറയുന്നത് ഒരാളെ സംബന്ധിച്ച് ഏറ്റവും മോശപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തെ പോലെയുള്ള ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ പറ്റി സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഒരാളെ ആരാധിച്ചു കൊണ്ട് നടക്കുന്ന ആളുകളെ പറ്റി നമുക്ക് എന്ത് പറയാനാണ്? അപ്പോ പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ, കാരണം നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ നിങ്ങളുടെ ശരീരത്തെ പറ്റി, നിങ്ങളുടെ ശരീരഘടനയെ പറ്റി, നിങ്ങളുടെ തൊലിയെ പറ്റി, നിങ്ങളുടെ നിറത്തെ പറ്റി, നിങ്ങളുടെ വസ്ത്രധാരണത്തെ പറ്റി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത തരത്തിൽ പൊതുവിടത്തിൽ വെച്ച്, പ്രത്യേകിച്ച് പൊതുവിടത്തിൽ വെച്ച്, എല്ലായിടങ്ങളിലും അത് അപകടകരമായ അല്ലെങ്കിൽ ഒട്ടും ആശ്വാസകരമല്ലാത്തൊരു കാര്യമാണ്, പൊതുവിടങ്ങളിൽ വെച്ച് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു, അശ്ലീല പരാമർശങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു. അതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ നന്മമരം ചമയലൊക്കെ എല്ലാ ഘട്ടത്തിലും അദ്ദേഹം ചെയ്യുന്നതാണ്. ഞാൻ ആദ്യമേ എന്റെ ചർച്ച തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു വെച്ചു, അദ്ദേഹം ചെയ്തിട്ടുള്ള വീട് വെക്കലോ അല്ലെങ്കിൽ ഏറ്റവും ഒരു പുറം രാജ്യത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു തടവുകാരനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരു രോഗിയെ ചികിത്സാ സഹായത്തിന്, ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ സമൂഹത്തിൽ എല്ലാ ആളുകളും ഏറിയും കുറഞ്ഞും ഏറ്റക്കുറച്ചിലുകളോട് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്, അദ്ദേഹം ചെയ്യുന്നു. ഞാൻ അക്കാര്യത്തെയൊക്കെ അംഗീകരിക്കുന്നു. അത് വിചാരിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ ചെയ്യുന്ന ഒരു ചാരിറ്റി അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന മുന്നോട്ട് വെക്കുന്ന ഒരു നന്മ എന്നുള്ളത് ഒരിക്കലും അദ്ദേഹം ചെയ്തു കൂട്ടുന്ന മറ്റ് പല കാര്യങ്ങൾക്കുള്ള ന്യായീകരണമായി മാറാൻ കഴിയില്ല.
പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ. കാരണം നമ്മളൊക്കെ പുരോഗമന ചിന്താഗതിയിലേക്ക് സഞ്ചരിക്കണമെന്നും സഞ്ചരിക്കുന്നുവെന്നും പറഞ്ഞു വെക്കുന്ന ആളുകളാണ്. അപ്പൊ അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം എന്ന നിലയിൽ പിന്നോട്ടടിക്കാനല്ലോ നമുക്ക് വേണ്ടത്. സ്ത്രീകളെ ഇങ്ങനെയും ആക്ഷേപിക്കട്ടെ, ഇതൊരു ചെറിയ കാര്യമല്ലേ എന്നുള്ള തോന്നലുണ്ടായാൽ കോടതി ഇതിനെ വെറും ബോച്ചയും അല്ലെങ്കിൽ ഹണി റോസുമായിട്ടുള്ള ഒരു വിഷയം മാത്രമായിട്ടല്ല കോടതി ഇതിനെ മനസ്സിലാക്കുന്നത്. കോടതി കുറെ കൂടെ വിശാലമായ ഒരർത്ഥത്തിലാണ് ഈ കേസിനെ പരിഗണിച്ചിട്ടുള്ളത്. കാരണം കോടതിക്ക് വളരെ കൃത്യമായി അറിയാം ബോച്ച എന്ന് പറയുന്നത് ഈ പറയുന്ന ഇതിൽ തടിച്ചുകൂടിയിട്ടുള്ള ബോച്ചയെ ആരാധിക്കുന്ന, ഹണിറോസിനെ ഇകഴ്ത്തി പറയുന്ന, ബോച്ചയ്ക്ക് വേണ്ടി ജയ് വിളിക്കുന്ന സാമാന്യ പുരുഷബോധത്തിന്റെ മുഴുവൻ സ്വഭാവവും പേറുന്ന ഇവിടുത്തെ ഒരു ഇനി മെജോറിറ്റി എന്ന് അവർ പറഞ്ഞു വെക്കുകയാണെങ്കിൽ ആ മെജോറിറ്റിയെ കുറ്റപ്പെടുത്താൻ തന്നെയാണ് കോടതി ഇത്ര കണിശമായിട്ടുള്ള വാണിങ്ങുകൾ ഉപയോഗിക്കുന്നത്. ശരിയാണ് നിഷ, അതിനുള്ള മറുപടി അങ്ങനെയാണ് കോടതി അതിനെ ആ രീതിയിൽ തന്നെയാണ് കണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഒരു ബോച്ചയ്ക്കല്ല, പല ബോച്ചമാർക്ക്, അതുപോലെ തന്നെ ബോച്ചെ ഫാൻസിന്. താങ്കൾ അതിൽ ഉൾപ്പെടുകയാണോ നിഷ? പറഞ്ഞു വെക്കുന്ന ഒരു സ്ത്രീയോട് സോയമേടം പറഞ്ഞതുപോലെ സ്ത്രീകളെ എന്ത് ആവാസത്തിലും വിളിച്ചു പറയുന്ന ആളുകളെ ഒരിക്കലും ഞാനല്ലേ രാഹുൽ അടക്കമുള്ള ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. വളരെ വ്യക്തമായിട്ടും പല ചർച്ചകളിലും എല്ലാ മീഡിയ സെക്ടറിലും ഞാൻ ഉൾപ്പെടെ രാഹുൽ ഈശ്വർ ഉൾപ്പെടെ ഉള്ള ആൾ എന്താ പറഞ്ഞത്, ബോച്ച് ഉപയോഗിച്ച ദ്വയാർത്ഥ പ്രയോഗം വളരെ 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 തെറ്റാണ്. അദ്ദേഹത്തിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം. അത് നാം പറയുകയും ചെയ്തു. ഹണി റോസിന് സംഭവിച്ച ഇൻസിഡന്റ് എനിക്ക് വളരെ ദുഃഖമുണ്ട്. പക്ഷെ എന്നും പറഞ്ഞിട്ട് അവര് കാണിക്കുന്ന എല്ലാം തന്നെ ശരിയാണെന്ന് പറയുകയും അത് സ്ത്രീത്വത്തിന്റെ ഒരു ഇതാണ്, അത് വിമൻ എംപവർമെന്റ് ആണെന്ന് തോന്നിവാസങ്ങൾ കാണിക്കുകയും ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ അവിടെ നട്ട് ഓഫ് ഫൂൾ സിറ്റിംഗ് ഹിയർ. നിങ്ങളൊരു സ്ത്രീയാണ്, ഞാനൊരു സ്ത്രീയാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഷാബുത്തോടെ പറഞ്ഞതുപോലെ ഹണി റോസ് വന്നിട്ട് എന്ത് വസ്ത്രം ധരിക്കണം അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം. അവർ എന്ത് വസ്ത്രം ധരിക്കണം, എവിടെ പോകണം, എങ്ങനെ പോകണം. പക്ഷേ ഇന്നത്തെ ചർച്ചയിലും വളരെ വ്യക്തമായിട്ട് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു, ഇടം പൊരുൾ ഏവൽ, സ്ഥലത്തിനനുസരിച്ച് പെരുമാറുകയും വസ്ത്രം ധരിക്കുകയും. അല്ല, ഹണി റോസ് എന്താണ് അല്ല ഞാൻ പറഞ്ഞത്, ഹണി റോസ് ഈ പുരുഷന്മാർ പറയുകയാണ് നാളെ ഈ നാട്ടിലെ സ്ത്രീകളൊക്കെ ബോബി ചെമ്മന്നൂർ പറഞ്ഞത് ഈ നാട്ടിലെ സ്ത്രീകളൊക്കെ പറഞ്ഞിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരമൊക്കെ വലിയ പ്രലോഭനമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അത് ചെയ്യേണ്ടി വരുമല്ലോ സുഹൃത്തെ. ആരും പറഞ്ഞിട്ട് നടക്കുന്ന സ്ത്രീകളെ ആരും നോക്കുന്നില്ല. ആരും പറഞ്ഞിട്ടല്ല, ഇനി മൂടി പൊച്ച് നടന്നാലും നമ്മുടെ രാജ്യത്ത് കമ്മിറ്റി പാസ് ചെയ്യുക തന്നെ ചെയ്യും. ഇവിടെ ഹണി റോസിനുണ്ടായ അനുഭവം വളരെ വളരെ ദുഃഖകരമാണ്. പക്ഷെ എന്നും പറഞ്ഞിട്ട് ഒരു സ്കൂൾ, ഇന്നലെ ഞാൻ പറഞ്ഞ അതേ വാക്യം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഒരു സ്കൂൾ ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ ഒരു വീടുകൾ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ബീച്ചിൽ പോകുന്നവർക്ക് ബിക്കിനി ഇട്ട് പോകാൻ പാടില്ല എന്നേ ഞാൻ പറഞ്ഞു. അവർ ബിക്കിനി കൊണ്ട് വന്നതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവർക്ക് ഒരു സ്ഥലകാല ബോധം വളരെ അത്യാവശ്യമാണ്. കാര്യം ഒരു സെലിബ്രിറ്റി, ഒരു പബ്ലിക് ഫിഗർ ആണ്. അവരെ എത്രയോ പേര് ഫോളോ ചെയ്യുന്നു, എത്രയോ കുഞ്ഞു കുട്ടികളിൽ നിന്ന്, പെൺകുട്ടികളിൽ നിന്ന്, ആൺകുട്ടികളിൽ നിന്ന് എത്രയോ പേര് ഫോളോ ചെയ്യുന്നു. അവർക്ക് ഒരു മാതൃകപരമായ ഒരു മെസ്സേജ് ആണ് കൊടുക്കേണ്ടത്. അതല്ലാണ്ട് ഓവർ എക്സ്പോസിങ് ചെയ്യുന്നത് അവർക്ക് ചെയ്യാം, ആര് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അവർക്ക് എല്ലാത്തരം റൈറ്റും ഉണ്ട്. പക്ഷെ ഇടപൊരുൾ ഏവൽ ഫോളോ ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് അത് കുറച്ച് ഫോളോ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അവിടെ ബോച്ച യൂസ് ചെയ്ത പ്രയോഗം അത് ഹണി റോസ് അല്ല, മാഡം സോയ മാഡം അല്ലല്ലേ, നിഷ അല്ലെ, എന്നോടാണെങ്കിൽ പോലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിന് പോലും അദ്ദേഹം മാപ്പ് പറഞ്ഞു, തന്റെ പ്രയോഗം ശരിയല്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഹണി റോസിനോട് മാത്രമല്ല വയസ്സായ സ്ത്രീകളോട് പോലും ബോച്ച എന്ന് പറഞ്ഞ ആളൊരു ഹാബിച്വൽ അബ്യൂസർ ആണ്. അദ്ദേഹം ഒരു ഹാബിച്വൽ അബ്യൂസർ ആണ്. നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായി കാണാം മാഡം. ആ ഹാബിച്വൽ അബ്യൂസറിനെ എന്തുകൊണ്ട് മുമ്പേ പുറത്തു കൊണ്ടുവന്നില്ല? അത് പല ഘടകങ്ങളുണ്ടല്ലോ. അല്ലല്ല ഡോക്ടർ നിഷ, അല്ലല്ല ഈ ഹണി റോസിന് അതിനുള്ള ആർജവമുള്ളത് കൊണ്ട് അവർ ആ പരാതി കൊടുക്കാൻ തയ്യാറായി. അതും പലതവണ സഹിച്ചതിന് ശേഷം എല്ലാ സ്ത്രീകൾക്കും അതിനുള്ള ശക്തി ഉണ്ടാവുകയില്ല. അങ്ങനെ പരാതി കൊടുത്താൽ തന്നെ നിങ്ങളെ പോലുള്ളവർ ഈ രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ പിന്നെ തീർന്നില്ലേ കാര്യങ്ങൾ? അങ്ങനെയുള്ള ഇടം വലമൊക്കെ നോക്കിക്കഴിഞ്ഞ് മാത്രമേ അവർക്ക് ഇത്തരത്തിൽ പ്രതികരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഹണി റോസ് പ്രതികരിച്ചു, അവര് മദർ തെരേസ എന്ന് ഞാൻ പറയട്ടെ, അവരെ എന്തോ വേണം ആവട്ടെ, അവര് വളരെ ബഹുമാനമുള്ള സ്ത്രീയോട്. പക്ഷെ അവര് പറയുന്ന എല്ലാം തന്നെ ശരിയാണെന്ന് പറയാൻ പറ്റും. അവർക്കും ബേസിക് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്, എത്തിക്കൽ. അവർക്കെതിരെ ഉണ്ടായ ഒരു അപമാനത്തിനാണ് അവർ, അതിനെതിരെയാണ് അവർ പ്രതികരിച്ചത്. അതെന്തുകൊണ്ട് ഡോക്ടർ നിഷയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല? എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് ഞാൻ ഇന്നലെ വളരെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ഹണി റോസ് വ്യക്തിക്ക് നടന്ന സംഭവത്തിനെ കുറിച്ച് എനിക്ക് വിഷമമാണ്. എന്നും പറഞ്ഞ് അവർ കാണിക്കുന്ന എന്തോ തോന്നിവാസവും ശരിയാണെന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. നാളെ പറയുന്നു, ഹണി റോസ് പറയുന്നു, ഞാൻ 2 പീസ് ഇട്ടിട്ട് ഞാൻ ഒരു ഉദ്ഘാടനത്തിൽ പോകും, എന്നെ വേണമെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പൊ നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ കൾച്ചറിസ്റ്റിക് ആയ വാല്യൂസ്, നമ്മളൊരു സൊസൈറ്റി കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ആർക്കും എന്തും ചെയ്യാം. അങ്ങനത്തെ മെസ്സേജ് ശരിയല്ല. ഇവിടെ ഞാൻ ബോച്ച 100% ശരിയാണെന്നും ഹണി റോസ് 100% മറുപടി. ഞാൻ ഈ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴും അതുപോലെ തന്നെ ബോച്ചയ്ക്ക് പൊതു ഇടങ്ങളിൽ കിട്ടുന്ന പിന്തുണയൊക്കെ നോക്കുമ്പോൾ സ്ത്രീകളിൽ നിന്നാണ് കൂടുതലായിട്ട്. ശരി ഷാബു, ശരി. അല്ല ഷാബു, ഇക്കാര്യം അല്ല, താങ്കൾക്ക് ഇരിക്കുവാണെങ്കിൽ ഇരിക്കാം കുറച്ച് സമയം കൂടി. ശരി, സോയ മറുപടി. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ സ്വയം ഒരു കാര്യം പറയട്ടെ. പാട്രിയാർക്കൽ സൊസൈറ്റി, ഈ പറയുന്ന നിങ്ങളല്ല ഞാനടക്കം മാഡം ആരും പാട്രിയാർക്കൽ സൊസൈറ്റി സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളല്ല.
ഒരു പുരുഷനൊരു സ്ത്രീയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളല്ല, ഞാനല്ല, ഹണി റോസിൽ ആരാണെങ്കിലും അത് പ്രതികരിക്കേണ്ട നമ്മുടെ ബേസിക് റൈറ്റ് ആണ്. പക്ഷെ നമുക്ക് റൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഫ്രീഡം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനെ ദുരുപയോഗപ്പെടുത്തി ചെയ്യുമ്പോഴും അതിനെ വന്ന് ഓവറായിട്ട് നമ്മൾ ചിത്രീകരിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചാരിറ്റി പറ്റി പറഞ്ഞു. ഇവിടെ ഞാൻ ബോച്ചയുടെ കടുത്ത അല്ലെങ്കിൽ കണ്ണടച്ച ഫാൻ ഒന്നുമല്ല. എന്താണോ ശരി, എന്താണോ ന്യായം, അത് മാത്രം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഇവിടെ ബോച്ചയുടെ ചാരിറ്റി പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ സോഷ്യൽ സർവീസിനെ പറ്റി പറഞ്ഞു. എത്രയോ പേര് ചാരിറ്റി ചെയ്യുന്നു, എത്രയോ പേര് സോഷ്യൽ സർവീസ് ചെയ്യുന്നു. പക്ഷേ വാവുകൊണ്ട് പറയുന്നതും പ്രവൃത്തിയിലൂടെ ചെയ്യുന്ന രണ്ടാണ് അല്ലെ. ഇവിടെ ഈ മനുഷ്യൻ അത് ചെയ്യുന്നു, പക്ഷെ ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അദ്ദേഹത്തിന്റെ വീക്ക്നെസ് അല്ലെ നെഗറ്റീവ് ആയിട്ട് ഒരു പോയിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് പാസ് ചെയ്ത് വളരെ തെറ്റായ കാര്യമാണ്. പക്ഷെ ഗോയിങ് ഫോർവേഡ് അല്ലെങ്കിൽ മുന്നോട്ട് പോകവേ ഇനി ഒരിക്കലും അത് ചെയ്യില്ല എന്ന് അദ്ദേഹം ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല. ശരി, സോയ മറുപടി നമുക്ക് അവസാനിപ്പിക്കാം. സോയ മറുപടി സോയ കേൾക്കുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി സോയക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ടാണ്. ശരി, സോയ കേൾക്കുന്നുണ്ടോ? സോയ കേൾക്കുന്നുണ്ടോ? മറുപടി. ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ തുടിക്കൊണ്ടു, അയാൾ എനിക്ക് മുഴുവൻ കാര്യങ്ങൾ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല അവരെന്താണ് സംസാരിച്ചതെന്ന്. എനിക്ക് മാഡം മനസ്സിലായില്ല, എന്താ പറഞ്ഞേ? ഹലോ സോയ പറഞ്ഞോളൂ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നില്ല. ഇല്ല, ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എന്തായാലും ബോബി ചെമ്മണ്ണൂരിന്റെ വായടപ്പിക്കാൻ കോടതിക്ക് കഴിഞ്ഞു, അത് നല്ല കാര്യമാണ്. പറയാൻ ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.